ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് മാവിന് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടി അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് പൂരിയുടെ പാകത്തിനൊന്ന് കുഴച്ചെടുക്കണം. പൂരിയുടെ മാവിൻ്റെ ആ ഒരു പാകത്തിന് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ കേട്ടോ. അതുകൊണ്ട് ഒന്നിച്ച് വെള്ളം ഒഴിക്കണ്ട, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ചൂടുവെള്ളമാണോ എന്നൊക്കെ ചിലർ ചോദിക്കും. പച്ചവെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൈദയിലും ചെയ്യാം കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ചെയ്യാവും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ മൈദ രാവിലെ തന്നെയൊക്കെ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് തന്നെ ചെയ്യാം കേട്ടോ. മൈദയിൽ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നല്ല പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകരുത് കേട്ടോ കുഴച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് ഈ ഒരു മാവ് കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ അളവൊക്കെ നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലെ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആലു പറാത്തയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. പക്ഷേ ആലു പറാത്ത നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മുടെ സാധാരണ ആലു പറാത്തനേക്കാളും കൂടുതൽ ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് ഒരു ഉള്ളി അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച സമയത്ത് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് മുളകൊക്കെ നല്ല എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് വേണമെങ്കിൽ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും മസാലകളൊക്കെ ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമുക്കിത് ഉള്ളിന്നും വാട്ടി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉൾഭാഗത്ത് എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ മാവ് ഞാനിവിടെ 3 ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകളും ചപ്പാത്തി പരത്തുന്ന പോലെ പൊടിയിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക. കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ എത്രണ്ണം വേണം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാൻ കുറച്ച് മാവ് ഈ ഒരു 3 ഉരുളക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 3 ഇതിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേറെ ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണം നമുക്ക് കിട്ടും. അപ്പോൾ വലുത് 1 മതി കേട്ടോ. നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ 1 തന്നെ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മസാല ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് പുറത്ത് പോകും കേട്ടോ, പൊട്ടിപ്പോവും. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഒരു പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ചുരുട്ടിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പൊറോട്ടയൊക്കെ ചുരുട്ടിയെടുക്കുന്ന പോലെ ഒന്ന് ചുരുട്ടി വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആലു പറാത്ത ചെയ്യുന്ന പോലെ ചെയ്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലെയറുകളായിട്ട് കിട്ടുമ്പോൾ കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം പരത്തിയതിന് ശേഷം നമ്മൾ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാല വെച്ചിട്ട് ഇതുപോലെ ചുരുട്ടി ഒന്ന് മടക്കി വെക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് കുറേ സമയം വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. അത് ഇങ്ങനെ ചുരുട്ടി വെച്ച പാടന്നെ നമുക്ക് പരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഇതിന് വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് കുഴച്ചിട്ടും തന്നെ നിങ്ങൾക്ക് ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടി മാത്രം സമയം മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് ചെയ്ത പാടെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഓരോന്നായിട്ട് പൊടിയിട്ടിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് പരത്തരുത്. നമ്മുടെ ആ ഒരു പൊട്ടാറ്റോ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് പുറത്ത് വരരുത് കേട്ടോ. പുറത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ആ ഒരു മസാല നന്നായിട്ട് കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ പുറത്ത് വരാണ്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ടൊന്ന് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അത്രയും ഓയിലൊന്നും ആവശ്യമില്ല കേട്ടോ. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമ്മൾ തിരിച്ചും മറച്ചു വിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക.
അപ്പോൾ നല്ല പോലെ ആയിട്ടുണ്ട്. നമുക്കിത് ഓയിലിനെ കോരി മാറ്റുക. വളരെ കുറഞ്ഞ ഓയിൽ മാത്രമേ നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഓയിൽ കുടിക്കുക ഒന്നും ചെയ്യൂല. അപ്പോൾ ഒരുപാട് മുക്കി ഫ്രൈ ചെയ്യണം, ഒരുപാട് ഓയിലൊക്കെ നമ്മൾ വേസ്റ്റ് ചെയ്യണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിലൊന്നും കുടിക്കാതെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ചായയുടെ കൂടെ ഇത് മാത്രം മതി കേട്ടോ. ഈ ചട്നിയൊക്കെ കൂട്ടി കഴിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.